ഹായ്, എല്ലാവർക്കും ഷേപ്പ് ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഇംഗ്ലീഷ് പഠിക്കാം. നമുക്ക് ഇംഗ്ലീഷ് വളരെ ലളിതമായി ഭംഗിയായി പഠിക്കാം. എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക? എന്താ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, ഇംഗ്ലീഷ് ലോക ഭാഷയാണ്. എങ്ങനെയാണ് ഇത് ലോക ഭാഷയായത്? അത് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഷയാണ് ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഇത്രമാത്രം പദസമ്പത്ത് വൊക്കാബുലറിയുള്ള മറ്റൊരു ഭാഷയും ഇല്ലെന്ന് പറയാം. അങ്ങനെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച്, അതിൻ്റെ സിൻടാക്സ് അനുസരിച്ച് ഒക്കെ കൃത്യമായി ഇംഗ്ലീഷ് പഠിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായ, വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഭാഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണ് ലോകം മുഴുവനും ഇംഗ്ലീഷ് ആളുകൾ സംസാരിക്കുന്നത്. ദ ലാംഗ്വേജ് വിച്ച് ഈസ് ബീയിങ് സ്പോക്കൺ ത്രൂ ഔട്ട് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി മുതൽ നമുക്ക് കുറേശ്ശെ പഠിച്ചു തുടങ്ങാം. ഇത് ക്ലാസ് മൊഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ സ്കൂൾ കുട്ടികൾക്ക് മുതൽ ഡിഗ്രി തലം വരെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ലളിതമായി പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഓരോ ക്ലാസ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാവും. അത്തരത്തിൽ വളരെ ഭംഗിയായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. ആദ്യം നമുക്ക് പഠിക്കേണ്ട ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് സെൻറ്റൻസിനെ കുറിച്ചാണ്. എന്താണ് ഒരു സെൻറ്റൻസ്? നമ്മൾ കേട്ടിട്ടുണ്ട്. വാക്കുകൾ എന്നാണ് നമുക്കറിയാം. നമ്മൾ ധാരാളം വാക്കുകൾ ഓരോ ദിവസവും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ വാക്കുകളുടെ ഒരു കൂട്ടമാണ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഞാൻ കുറച്ച് വാക്കുകളുടെ കൂട്ടം അവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചറിയാം. ദ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദി സൺ. ദ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദി സൺ. കുറേ വാക്കുകളുണ്ട്. ദി ഉണ്ട്, എർത്ത് ഉണ്ട്, റിവോൾവ്സ് ഉണ്ട്, റൗണ്ട് ഉണ്ട്, ദി ഉണ്ട്, സൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകളുടെ കൂട്ടത്തെ നമ്മൾ സെൻറ്റൻസ് എന്ന് വിളിക്കും. കാരണം എന്താ? പക്ഷെ വാക്കുകളുടെ കൂട്ടത്തെ നമുക്ക് സെൻറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റുമോ? തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നോക്കിയേ. സൺ, റൗണ്ട്, എർത്ത്, ദി, റിവോൾവ്സ്, ദി, അത്രയും വാക്കുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ താഴത്തെ വാക്കുകൾ നമ്മൾ എന്തായിട്ടുണ്ട്? ഒരു എന്തോ നമുക്ക് ഒരു അരോചകത്വം, അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഗ്രൂപ്പ് വായിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കൂട്ടത്തെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു മീനിങ് കിട്ടില്ല. കുറേ വാക്കുകൾ വായിക്കുക എന്നുള്ള പ്രതീതി വരുള്ളൂ. ഇതേ വാക്കുകൾ തന്നെ അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് ദ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ട്, ഒരർത്ഥമുണ്ട്, നമുക്കെന്തോ മനസ്സിലായെന്ന് തോന്നും. അപ്പോൾ ഇപ്പോൾ സെൻറ്റൻസ് എന്താണെന്ന് നോക്കിയേ. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് അസ് എ കംപ്ലീറ്റ് മീനിങ് ഓർ എ കംപ്ലീറ്റ് സെൻസ്. മനസ്സിലാവുമല്ലോ? സെൻറ്റൻസ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതൊരു കൂട്ടം വാക്കുകളാണ്. ഇപ്പോൾ ദീ എന്ന് മാത്രം ഞാൻ എഴുതിയാൽ നിങ്ങൾക്ക് അർത്ഥം കിട്ടില്ല. ഏർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് ആയിട്ട്, ഒരു വാചകമായിട്ട് കിട്ടില്ല. പക്ഷേ അതിന് മീനിങ് അറിയാം. ഭൂമി, ആ ഒരു ഇതേ ഉള്ളൂ. ഒരു വാചകത്തിൻ്റെതായ അർത്ഥം അതിന് കിട്ടില്ല. അപ്പോൾ ഇത് ഏർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ കംപ്ലീറ്റ് മീനിങ്. അതൊരു പൂർണ്ണമായ അർത്ഥത്തെ നമുക്ക് തരുന്നുണ്ട്. പൂർണ്ണമായൊരു അർത്ഥത്തെ തരുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായ അർത്ഥത്തെ തരുന്ന വാക്കുകളുടെ കൂട്ടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെൻറ്റൻസ് എന്ന് വിളിക്കാം. സോ വാട്ട്സ് എ സെൻറ്റൻസ്? സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് അസ് എ കംപ്ലീറ്റ് സെൻസ് ഓർ കംപ്ലീറ്റ് മീനിങ്. പൂർണ്ണമായ അർത്ഥം തരണം. പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. വെറുതെ കുറേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ അതൊരു സെൻറ്റൻസ് ആയില്ല. വൈ? ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് ഗീവ് അസ് എ കംപ്ലീറ്റ് മീനിങ് ഓർ എ മീനിങ് അറ്റ് ഓൾ. ഒരർത്ഥം തരുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ ഒരർത്ഥം തരുന്ന കൂട്ടമായിരിക്കില്ല. അത് കുറേ വാക്കുകൾ മാത്രമാകും. വാക്കുകളല്ല, ഇനി അർത്ഥം തരുന്നതാണെങ്കിലും അതൊരു കംപ്ലീറ്റ് മീനിങ് ആവില്ല. അപ്പോൾ കംപ്ലീറ്റ് മീനിങ് തരുന്ന, കംപ്ലീറ്റ് അർത്ഥം തരുന്ന ഒരു കൂട്ടം വാക്കുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇനി സെൻറ്റൻസ് എന്ന് വിളിക്കാം. സോ വാട്ട്സ് എ സെൻറ്റൻസ്? സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് അസ് കംപ്ലീറ്റ് മീനിങ് ഓർ കംപ്ലീറ്റ് സെൻസ്. മനസ്സിലാവുമല്ലോ? മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമെങ്കിൽ നോക്കുക, സെൻറ്റൻസിന് 2 ഭാഗങ്ങളുണ്ട്. ആ 2 ഭാഗങ്ങൾ, അല്ലെങ്കിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടെന്നറിയാം. ഏതൊരു സെൻറ്റൻസ് എടുത്താലും അതിന് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവും. എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദ നെയിമിംഗ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ആ ഒരു സെൻറ്റൻസിലെ നെയിമിംഗ് പാർട്ട്, പേര് വരുന്ന ഭാഗം, അതാണ് സബ്ജക്റ്റ്. ഇനി പ്രെഡിക്കേറ്റ് എന്താണ്?
പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ദ ടെല്ലിംഗ് പാർട്ട്, പറയപ്പെടുന്ന ഭാഗം, പറയുന്ന ഭാഗം. വിശദമാക്കാം, നോക്കുക. ആ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ നമുക്ക് എടുക്കുക. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഇവിടെ രണ്ട് ഭാഗമുണ്ട്. ദ എർത്ത് അതൊന്നിൻ്റെ പേരാണ്, ഭൂമിയുടെ പേരാണ്. ഭൂമിയെ നമ്മൾ വിളിക്കുന്നത്, അല്ലേ, ആ ഭൂമി, ആ ഗോളത്തെ നമ്മൾ വിളിക്കുന്നത് എർത്ത് എന്നാണ്. എന്തിൻ്റെയെങ്കിലും പേരാണ്. പേരെന്ന് പറഞ്ഞാൽ നൗണാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ വരുന്ന പേരിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കാരണം റിവോൾവ്സ് അറൗണ്ട് ദ സൺ, അപ്പുറത്തൊരു പറയുന്ന ഭാഗമുണ്ട്, ഒരു ടെല്ലിംഗ് പാർട്ടുണ്ട്. എന്താണ് ടെല്ല് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്? വാട്ട് ദ എർത്ത് ഡസ്, ഭൂമി എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഭാഗമാണ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. റിവോൾവ്സ് അറൗണ്ട് ദ സൺ, റിവോൾവ്സ് ഹൂ അല്ലെ, ആരാണ് ഇത് റിവോൾവ് ചെയ്യുന്നത്? ദ എർത്ത്. അപ്പോൾ എർത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ആ പേരാണ്. ആ പേര്, ആ നാമം എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗമാണ് ടെല്ലിംഗ് പാർട്ട്, അല്ലെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാകുമല്ലോ. ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റാണ്. വൈ സബ്ജക്റ്റ്? ബിക്കോസ് ഇറ്റ് ഈസ് ദ നെയിമിംഗ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ്. ആ സെൻറ്റൻസിലെ പേരായി വരുന്ന ഭാഗമാണ്, പേരായി വരുന്ന ഭാഗം. അപ്പോൾ ഓക്കെ, ദ സൺ എന്ന് പറഞ്ഞ പേരാണ്, പക്ഷെ അവിടെ സബ്ജക്റ്റ് അല്ല. കാരണം എന്താ? ഇറ്റ് ഡസ് നോട്ട് ഡു എനി ആക്ഷൻ. അവിടെ ഒരു പ്രവൃത്തി അത് ചെയ്യുന്നില്ല. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന അതിനെയാണ്, ആ ഭാഗത്തെയാണ് നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രെഡിക്കേറ്റ് ആകട്ടെ ടെല്ലിംഗ് പാർട്ട്, പ്രവൃത്തി ചെയ്യുന്ന ഭാഗമാണ് പ്രെഡിക്കേറ്റ്. എന്നാൽ പേരായ ശബ്ദം, അതിന് നാമമായി വരുന്നത് മാത്രമാണ് എന്ത്, ഈ പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. സബ്ജക്റ്റ് ഈസ് ദ നെയിമിംഗ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ആ സെൻറ്റൻസിൽ റിവോൾവ്സ്, പ്രവൃത്തി ചെയ്യുന്നത് ആര് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. പ്രവൃത്തിയുണ്ട്, പ്രവൃത്തി നമുക്കറിയാം, വെർബാണ് പ്രവൃത്തി, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ഭാഗം റിവോൾവ്സ് അറൗണ്ട്, ചുറ്റും സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ തിരിയുന്നു എന്നുള്ളതാണ്. അത് ആര് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ചെയ്യുന്ന ആളിൻ്റെ പേരാണ് വാസ്തവത്തിൽ സബ്ജക്റ്റ്. അപ്പോൾ മനസ്സിലാവുമല്ലോ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ തിരിച്ചറിയുക. സബ്ജക്റ്റ് ഈസ് ദ നെയിമിംഗ് പാർട്ട്, പ്രെഡിക്കേറ്റ് ഈസ് ദ ടെല്ലിംഗ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ നെയിമിംഗ് പാർട്ടാണ് സബ്ജക്റ്റ്, ടെല്ലിംഗ് പാർട്ട് പ്രെഡിക്കേറ്റ്. ടെല്ലിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് എ വെർബ്. ഈ ടെല്ലിംഗ് പാർട്ടിൽ മസ്റ്റായിട്ടുണ്ടാകേണ്ടത് ഒരു വേർബാണ്. വേർബ് മീൻസ് what do you mean വേർബ്? വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡിനോട്ട്സ് ആക്ഷൻ. അതിനകത്തൊരു പ്രവൃത്തി ഉണ്ടാവും. അപ്പോൾ ആ പ്രവൃത്തിയുടെ ഭാഗം അത് വരുന്നത് ആണ് ഈ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മനസ്സിലാവുമോ? പ്രെഡിക്കേറ്റ് ചെയ്യുന്നത് ആര് എന്ന് പറയുന്നത് ആ ഇതിൻ്റെ പേരാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ചെയ്യുന്നത് എന്തോ അതാണ് നമ്മൾ പ്രെഡിക്കേറ്റിൽ പറയുന്നത്. പ്രെഡിക്കേറ്റിൽ പറയുന്നത് ചെയ്യുന്നത് ആരോ അത് സബ്ജക്റ്റ്. ഇവിടെ റിവോൾവ്സ് എന്ന് പറയുന്നുണ്ട്. റിവോൾവ്സ് വെർബാണെങ്കിൽ പ്രെഡിക്കേറ്റാണ്. ഹൂ റിവോൾവ്സ്, എന്താണ്, ആരാണ് അവിടെ ചുറ്റിത്തിരിയുന്നത്? ദ എർത്ത്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ദ നെയിമിംഗ് പാർട്ട് ഈസ് ദ എർത്ത്, ദാറ്റ് ഈസ് സബ്ജക്റ്റ്. ദ ടെല്ലിംഗ് പാർട്ട് ഈസ് ദ പ്രെഡിക്കേറ്റ്, ദാറ്റ് ഈസ് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. മനസ്സിലാവുമോ? വേറൊരു ഉദാഹരണം കൊണ്ട് നമുക്ക് നോക്കാം. സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്. ഇവിടെ നമുക്ക് തിരിക്കാം, രണ്ടായിട്ട് തിരിക്കാം. ഇവിടെ സച്ചിൻ എന്നുള്ള നെയിമുണ്ട്, പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ള പ്രെഡിക്കേറ്റും ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, സച്ചിൻ എന്ന സബ്ജക്റ്റ് ഉണ്ട്, പ്ലേസ് ക്രിക്കറ്റ് എന്ന പ്രെഡിക്കേറ്റും ഉണ്ട്. തിരിക്കാമല്ലോ. അതുപോലെ തന്നെ ദ ബേബി സ്ലീപ്സ് വേറൊതാണ്. ദ ബേബി അവിടെ സബ്ജക്റ്റാണ്, സ്ലീപ്സ് പ്രെഡിക്കേറ്റാണ്. അവിടെ പ്രെഡിക്കേറ്റ് എന്ന് പറയാൻ കാരണം എന്താ? ഇറ്റ് ദർ ഇസ് എ വേർബ് ഓർ ആൻ ആക്ഷൻ. സ്ലീപ്സ്, സ്ലീപ്സ് അത് വേർബാണ്. അപ്പോൾ വേർബ് വരുന്ന ഭാഗമാണ് എന്ത്? പ്രെഡിക്കേറ്റ്. നെയിം, ദ ബേബി അത് നെയിമാണ്. ആ നെയിം പാർട്ട് എന്ന് പറഞ്ഞാൽ നൗണാണ്, അല്ലെ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. മനസ്സിലാവും നോക്കുക. ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. ദ ക്യാറ്റ് ടുക്ക് ഷെൽട്ടർ അണ്ടർ ദ ബ്ലാങ്കറ്റ്. ദ ക്യാറ്റ് ഷുക്ക് ഷെൽട്ടർ അണ്ടർ ദ ബ്ലാങ്കറ്റ്. ഇവിടുത്തെ സെൻറ്റൻസിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എല്ലാ സെൻറ്റൻസിനും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഇതാണ്. ദ ക്യാറ്റ്, ഹിയർ ദ ക്യാറ്റ് ഈസ് ദ സബ്ജക്റ്റ്, ടുക്ക് ഷെൽട്ടർ അണ്ടർ ദ ബ്ലാങ്കറ്റ് ഈസ് ദ പ്രെഡിക്കേറ്റ്. മനസ്സിലാവും? വൈ? ബിക്കോസ് ഷെൽട്ടർ, ടുക്ക് ഷെൽട്ടർ, that is the verb, took is the verb, took shelter is the verb under the blanket, that is the predicate part. അപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് തിരിക്കാം. the cat took the shelter under the blanket എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിമിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ the cat ആണ്. ടെല്ലിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ took shelter under the blanket ആണ്. അപ്പോൾ ഏതൊരു സെൻറ്റൻസ് കിട്ടിയാലും നമുക്ക് ഇനി രണ്ടായിട്ട് തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നെയിമിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാണ്, ടെല്ലിംഗ് പാർട്ട്
അല്ലെങ്കിൽ വെർബുള്ള ഭാഗം, വെർബ് ഏതൊരു ഭാഗത്താണോ വെർബുള്ളത് ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ പ്രെഡിക്കേറ്റ് എന്ന് പറയുക. അപ്പോൾ സെൻറ്റൻസ് എന്താണ് പഠിച്ച്, സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് എസ് എ കംപ്ലീറ്റ് മീനിങ്. അതുപോലെ തന്നെ എവറി സെൻറ്റൻസ് മസ്റ്റ് ഹാവ് 2 parts, that is subject and predicate. What's the subject? The naming part of the sentence is called the subject and the telling part of the sentence is called the predicate. Predicate contains a verb, subject contains a noun. അതും കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഉദാഹരണം കൂടി. അപ്പോൾ ഇനി നമുക്ക് തിരിക്കാൻ സാധിക്കും, അത് തിരിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മളത് പഠിച്ചെന്ന് മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഉദാഹരണ സഹിതം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ